ഹലോ പാർട്ട്നേഴ്സ്, ഓക്സിനോ ഇൻ്റർനാഷണലിൽ എങ്ങനെ ലിങ്ക് വഴി ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി നമുക്ക് കാണുന്ന ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മളെ IDയിലേക്ക് ബിസിനസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ പ്രൊഫൈലിൽ നമ്മളെത്തും. ഇവിടെ താഴെയായിട്ട് ഫസ്റ്റ് പേജിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് ഓട്ടോ ലിങ്ക് ആൾട്ടർനേറ്റ് കോർപ്പറേറ്റ്, അതായത് ഓട്ടോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റും റൈറ്റും അത് നമ്മൾ ഓരോരുത്തരെ ലിങ്ക് അയക്കുന്നതിനനുസരിച്ച് ഓരോ ID ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേസ് ആവും. നമുക്ക് മാനുവലായിട്ട് നമുക്ക് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ എൻ്റെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്, ഞാനിപ്പോൾ ലെഫ്റ്റ് ലിങ്ക് കോപ്പി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, അവിടെ കോപ്പി ആയിട്ടുണ്ട്. നേരെ ആർക്കാണോ നമുക്ക് അയച്ചു കൊടുക്കേണ്ടത്, അതായത് ആരാണോ ID ക്രിയേറ്റ് ചെയ്യേണ്ടത് അവരുടെ വാട്സപ്പിലേക്ക് ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. ഇത് അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ID ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവർക്ക് കിട്ടി, അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലാണ് കിട്ടുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ID ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കും യൂസർ ID, അതിൻ്റെ കൂടെ 01, അതുകൂടാതെ നമുക്ക് 3 ID ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവും, 02, 03. പാസ്വേഡ് നമ്മുടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ തന്നെയായിരിക്കും ലിങ്ക് വഴി ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ബിസിനസ് പോർട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ID ഇവിടെ ക്രിയേറ്റ് ആയി നമുക്ക് 10,000 രൂപ വാലറ്റിൽ ഗിഫ്റ്റ് വൗച്ചറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമുക്ക് എന്ത് ചെയ്യണം, പ്രിവിലേജ് ID ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക്, അതായത് ഈ ഒരു ഫ്രീ IDയിൽ നിന്ന് ലിങ്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രിവിലേജ് ID ആക്കിയതിന് ശേഷം മാത്രമേ ലിങ്ക് സെൻഡ് ചെയ്യാനോ നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനോ സാധിക്കുള്ളൂ. ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് പ്രിവിലേജ് IDയിലേക്ക് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് പ്രിവിലേജ്ഡ് കസ്റ്റമർ ID ആക്ടിവേറ്റ് ആയതാണെങ്കിൽ അവിടെ ബിസിനസ് പോർട്ടലാണ് കാണുക. ഇത് ഫ്രീ ID ആയതുകൊണ്ടും ഇവിടെ പ്രിവിലേജ് കസ്റ്റമറിലേക്ക് മാറേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ പ്രിവിലേജ്ഡ് കസ്റ്റമർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷനാണ്. അതായത് ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ 1000 രൂപ തുടങ്ങുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്കിൽ സ്റ്റാർട്ടപ്പാണ് വേണ്ടത്. നമ്മൾ പ്രീമിയം ക്ലബ്ബിലേക്ക് ഡയറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് പ്രീമിയം ക്ലബ്ബിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതല്ല നമുക്ക് ഡുവൽ ക്ലബ്ബ്, അതായത് ഫാസ്റ്റ് ട്രാക്കും പ്രീമിയം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പും പ്രീമിയം ഒരുമിച്ചാണെങ്കിൽ ഡുവൽ ക്ലബ്ബ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഞാൻ സ്റ്റാർട്ടപ്പിലാണ് കാണിക്കുന്നത്. സ്റ്റാർട്ടപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ 3 ID ഒരുമിച്ച് ക്രിയേറ്റ് ആണെങ്കിൽ 30 Rp, സിംഗിൾ ID ആണെങ്കിൽ ഇവിടെ 10 Rp സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഷുഗർ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഡിമിക്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം ആഡ് ടു കാർട്ട്, യെസ്, ഷോപ്പിംഗ് ബാഗ്, പ്ലേസ് ഓർഡർ കൊടുക്കുക, കൊറിയർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഇന്ത്യ പോസ്റ്റ് അല്ലെങ്കിൽ DTDC നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പ്രൊസീഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇവിടെ പേയ്മെൻറ്റ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ കൊടുക്കണം. ഇവിടെ യൂസ് ഓൺലൈൻ ബാങ്കിങ്, അതിൽ UPI മുഖാന്തരമാണ് ഞാൻ അയക്കുന്നത്. കൺഫേം കൊടുക്കൂ, ഓക്കെ കൊടുത്തു. ഇവിടെ UPI ആപ്പ് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ പേ നൗ കൊടുത്തു. ഡയറക്റ്റ് നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഗൂഗിൾ പേയിലെ ഡയറക്റ്റ് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് നമ്മുടെ പിൻ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ID ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, താങ്ക് യു.